ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് മീ വിത്ത് ഗോ പൊളി. എന്റെ സ്വത്ത് കുട്ടികളെ, നമ്മുടെ ബൊറൂട്ടോയുടെ സപ്പോർട്ട് ഇപ്പൊ അനുദിനം കുറഞ്ഞു കുറഞ്ഞു വരാണ്. അതിന്റെ കാരണം അതെന്താണെങ്കിലും കൂട്ടുകാരെ ധൈര്യമായിട്ട് കമന്റ് ചെയ്യുക. എന്റെ ഈ ശബ്ദത്തിനും ശരീരത്തിനും ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിരിക്കുകയാണ്. പക്ഷെ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബൊറൂട്ടോ ഇതിലും പവറായിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എപ്പിസോഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ബൊറൂട്ടോ അവൻ പേടിച്ച് ഞെട്ടി എഴുന്നേക്കാണ്. അവൻ ചുറ്റും നോക്കും. അവനിപ്പോ ഉള്ളത് ഹോസ്പിറ്റലിലാണ്. അവന്റെ തൊട്ടടുത്ത് സാസുക. ബൊറൂട്ടോ ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ, എന്റെ പപ്പ എവിടെ? അതിന് സാസുക പറയും, ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയൊരു അറ്റാക്ക്, അതില് നിനക്ക് പരിക്ക് പറ്റി, നീ ഇപ്പൊ ഓക്കെയാണ്. നറൂട്ടോ എത്രയും പെട്ടെന്ന് നിന്നെ തേടി ഇവിടേക്ക് വരും. അതിന് ബൊറൂട്ടോ ചോദിക്കും, പപ്പ എന്താ ആ ഒരു വലിയ പവർ അത് തകർക്കാതിരുന്നത്? അതിന് സാസുക പറയും, അത് തകർത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങള്, അവർക്കെല്ലാവർക്കും ജീവൻ നഷ്ടാവും. അതുകൊണ്ട് ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വലിയ പവർ അത് തകർക്കാൻ കഴിയുമായിരുന്നിട്ടും അവൻ മറ്റുള്ളവരെ രക്ഷിക്കാൻ അത് തകർക്കാതിരുന്ന്, അത് തകർക്കാതെ വളരെ സേഫ് ആക്കി പിടിച്ചത്. ബൊറൂട്ടോ ഒരു സെക്കൻഡ് ഇപ്പൊ അവന്റെ പപ്പയെക്കുറിച്ച് ആലോചിക്കും. അപ്പോഴായിരിക്കും ഹേമാവരി നിലവിളിക്കുന്ന ശബ്ദം അവൻ കേൾക്കുക. അവൻ ആ നിലവിളി കേട്ട ഭാഗത്തേക്ക് ഇപ്പൊ ഓടിയെത്തും. അപ്പൊ അവൻ കാണും, ഹിനട്ട അവൾ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി ബെഡിൽ കിടക്കുകയാണ്. അവളോട് ചേർന്ന് തന്നെ ഹേമാവരി കരയും. അതിനടുത്തായി സാക്കുറ അവളാണെങ്കിൽ ഇപ്പൊ ഹിനട്ടയുടെ പരിക്കുകൾ ഹീൽ ചെയ്യാണ്. സാക്കുറ ക്യാഷ്വലായിട്ട് പറയും, അമ്മയ്ക്ക് ചെറിയ പരിക്കുകളേ ഉള്ളൂ, അത് പെട്ടെന്ന് തന്നെ ആന്റി ഓക്കെ ആക്കും. പക്ഷെ ബൊറൂട്ടോയ്ക്ക് മനസ്സിലാവും എന്തോ ഒന്ന് അവിടെ വെച്ച് സംഭവിച്ചിട്ടുണ്ട്. അവൻ സത്യം പറയാനായി ഇപ്പൊ സാക്കുറയെ നിർബന്ധിക്കും. അതിനവള് പറയും നറൂട്ടോയെ ആ വില്ലന്മാർ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അവിടേക്ക് ഹിനട്ട ഓടിപ്പോയി. അപ്പൊ അവിടെ വെച്ചുണ്ടായ പൊട്ടിത്തെറിയില് ഇവൾക്ക് പരിക്കേറ്റു. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നറൂട്ടോ എത്രയും പെട്ടെന്ന് തിരികെ കണ്ടെത്തി കൊണ്ടുവരും. ബൊറൂട്ടോ ബാക്കിയുള്ളവരുടെ കാര്യം ഇപ്പൊ സാക്കുറയോട് ചോദിക്കും. അവള് പറയും, മീറ്റ്സിയുടെ കാര്യം കുറച്ച് കഷ്ടമാണ്. വന്ന വില്ലന്മാരെല്ലാവരും ചേർന്ന് അവന്റെ പവർ അത് അബ്സോർബ് ചെയ്ത് കൊണ്ടുപോയി. അവനിപ്പോ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. പക്ഷെ എങ്ങനെയെങ്കിലും എല്ലാവരും ചേർന്ന് അവന്റെ ജീവൻ തിരികെ പിടിക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. ഒരുപാട് വിഷമിച്ച് സങ്കടപ്പെട്ട് അവനവിടെ നടന്നു പോവാണ്. അപ്പോഴായിരിക്കും ഇവാബയും ടീമും ഇപ്പൊ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരിക. അവര് ബൊറൂട്ടോട് ചോദിക്കും, നീ ഓക്കെ അല്ലേ? നിന്റെ പപ്പ കാരണമാണ് ഇപ്പൊ എല്ലാവരും ജീവിച്ചിരിക്കുന്നത്. സോ ഇനിയെങ്കിലും നീ പപ്പയ്ക്ക് കുറച്ചെങ്കിലും മര്യാദ കൊടുക്കണം. അദ്ദേഹം വെറും ഹൊക്കാഗ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും സൂപ്പർ ഹീറോ ആണ്. ഉടനെ ബൊറൂട്ടോ ലാസ്റ്റ് ടൈം നടന്ന അറ്റാക്കുകളെ കുറിച്ച് ഇപ്പൊ ഒരു സെക്കൻഡ് ഓർത്തെടുക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ വിഷമം സഹിക്കാൻ കഴിയില്ല. അവൻ പൊട്ടിക്കരഞ്ഞ് ഇപ്പോ ഷിക്കടയുടെ മുൻപിലൂടെ പുറത്തേക്ക് ഓടും. ഉടനെ ഇനോജിൻ അവൻ അത് കണ്ട് ഷിക്കടയുടെ അടുത്തേക്ക് വരും. ഞാൻ ഒരിക്കലും കരുതിയില്ല ബൊറൂട്ടോ ആ നിഞ്ച ടൂൾ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുമെന്ന്. ഇവിടെ ചോച്ചോയ്ക്കാണെങ്കിൽ ഷിങ്കിയായിട്ട് ഫൈറ്റ് ചെയ്തതിൽ ഭയങ്കര സന്തോഷമാണ്. അവക്കാണെങ്കിൽ ഷിങ്കിയെ ഒരുപാട് ഇഷ്ടമായി. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ഹോസ്പിറ്റൽ കാണിക്കും. ആ ഹോസ്പിറ്റൽ മുഴുവൻ ഒരുപാട് ആൾക്കാര് പരിക്കുകളൊക്കെ പറ്റി അങ്ങനെ തിങ്ങി നിറഞ്ഞ് കിടക്കാണ്. ഇവിടെ ബൊറൂട്ടോ അവൻ ഓടി ഓടി ദൂരേക്ക് പോവും. അവൻ ഉഷാറായി ഓടുന്തോറും അവന്റെ മനസ്സിൽ ആ വില്ലന്മാരുടെ രൂപവും നറൂട്ടോ കുറാമ ഇറക്കി ഫൈറ്റ് ചെയ്തതും അത് മാത്രമാണ്. അങ്ങനെ ഓടി വരെ അവനൊരു കല്ലിൽ തട്ടി താഴേക്ക് തെറിച്ചു വീഴും. അവൻ ചുറ്റും നോക്കും. അവിടെ മുഴുവനും ക്യാമ്പൊക്കെ കെട്ടിയിരിക്കുകയാണ്. ഒരുപാട് പേഷ്യൻസിന് അവിടെ വെച്ചും ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ കയ്യിൽ ഒരുപാട് വേദന എടുക്കും. അവൻ കയ്യിലേക്ക് നോക്കി ഇപ്പൊ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ നറൂട്ടോ, നീ ഉറപ്പായിട്ട് ഫൈറ്റിൽ ജയിക്കണം എന്ന് പറഞ്ഞ് ഫീസ്റ്റ് ബോംബ് അടിക്കാൻ കൈ നീട്ടി നിൽക്കും. അതിന് ബൊറൂട്ടോ പറയും, ഒരുപക്ഷെ ഞാൻ തോറ്റു പോവാണെങ്കിൽ എന്ത് ചെയ്യും ചോദിച്ച് അവൻ ആ കൈ ഹൈഡ് ചെയ്ത് വെക്കും. അത് കേട്ട് നറൂട്ടോ ചിരിച്ച് അവന്റെ നെഞ്ചില് ഒരു തട്ട് തട്ടും. അതിനുശേഷം ആ ബാറ്റിൽ വെച്ച് ബൊറൂട്ടോയുടെ കൈ അത് പിടിച്ചു വലിച്ച് ആ സയന്റിഫിക് നിഞ്ച ടൂൾ പുറത്തേക്ക് എടുത്ത കാര്യം അത് ബൊറൂട്ടോ ആലോചിക്കുകയാണ്. ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് അപ്പൊ ബൊറൂട്ടോ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം. അതിനുശേഷം ബൊറൂട്ടോ അവൻ ആ നിഞ്ച ടൂൾ ഉപയോഗിച്ച് ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്തത്, ആ പവർ മുഴുവൻ അബ്സോർബ് ചെയ്തെടുത്ത് തിരികെ നറൂട്ടോയെ അറ്റാക്ക് ചെയ്തത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ആലോചിക്കും. നറൂട്ടോ ഒരുപാട് ദേഷ്യപ്പെട്ട് ഇനി നീ ഒരു നിഞ്ച ആവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ കാര്യം അതാണ് ബൊറൂട്ടോയെ ഒരുപാട് വേദനിപ്പിച്ചത്. അവനിപ്പോ അവന്റെ കയ്യിലുള്ള ആ ഒരു നിഞ്ച ടൂള് അത് ദൂരേക്ക് വലിച്ചെറിയും. എല്ലാവരും പറയും പോലെ ഞാനൊരു നിഞ്ച ആവാൻ ഒട്ടും യോഗ്യതയില്ലാത്തവനാണ്, ഞാനൊരു ഫെയിലിയർ ആണെന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കും. കട്ട് ചെയ്താ ഇവിടെ ഹിനട്ട അവൾ കണ്ണു തുറക്കും. ആക്കുറയാണെങ്കിൽ വീണ്ടും വീണ്ടും അവളെ ഹീൽ ചെയ്ത് അവളുടെ മുറിവുകൾ ഉണക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവൾ കണ്ണു തുറന്നത് കാണുമ്പോ ഹേമാവരി ആണെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിക്കും. ഹിനട്ട ചോദിക്കും, നറൂട്ടോ അവനെവിടെ? നിങ്ങൾ ആരെങ്കിലും അവനെ കണ്ടോ? അതിന് സാസുക, നീ പേടിക്കേണ്ട ആവശ്യമില്ല, അവൻ സേഫാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത
ബൊറൂട്ടോ ഇപ്പൊ വീട്ടിലേക്ക് വരും. അതിനുശേഷം നറൂട്ടോയുടെ റൂം തുറന്ന് നറൂട്ടോയുടെ ഫോട്ടോ, ആളുടെ പപ്പ, മിനട്ടോയുടെ ഫോട്ടോ അങ്ങനെ എല്ലാം നോക്കുകയാണ്. പലതവണ ബൊറൂട്ടോ നറൂട്ടോയെ വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നറൂട്ടോ ഇൻസൾട്ട് ചെയ്തും ചീത്ത വിളിച്ചും അവൻ എപ്പോഴും അമ്മയായിട്ട് വഴക്കിടുമായിരുന്നു. ഹിനട്ടയാണെങ്കിൽ അവനെ ഒരുപാട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. നിന്നെ പോലെയല്ല നിന്റെ പപ്പ. അച്ഛന്റെയോ അമ്മയുടെയോ സഹോദരങ്ങളുടെയോ അങ്ങനെ ആരുടെയും സ്നേഹം കിട്ടാതെ വളർന്നു വന്നവനാണ് നിന്റെ പപ്പ. പക്ഷെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അതൊന്നും കേട്ട് മനസ്സലിയില്ല. അവൻ ഫുൾ കലിപ്പില് അവിടുന്ന് പുറത്തേക്ക് പോകും. കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പൊ ബൊറൂട്ടോ അവനാണെങ്കിൽ കുറ്റബോധത്തിന്റെ ഭാരം കാരണം എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. അവൻ നറൂട്ടോയുടെ പഴയ ഡ്രസ്സുകൾ അത് മുഴുവൻ വീണ്ടും എടുത്തു നോക്കും. അതിനുശേഷം പഴയ ടീം 7ന്റെ ഒരു ഫോട്ടോ അവൻ കാണും. ആ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ അവൻ ആ ഡ്രസ്സുകളെല്ലാം പുറത്തേക്ക് വലിച്ചെറിഞ്ഞ കാര്യം അവന്റെ മനസ്സിലേക്ക് വരും. പക്ഷെ ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് അത് വലിച്ചെറിയാനായിട്ട് തോന്നുന്നില്ല. മറിച്ച് അതിനോട് ഒരുപാട് സ്നേഹവും റെസ്പെക്റ്റും ആണ്. അവൻ അതിൽ ഒരു ഡ്രസ്സ് എടുത്ത് ഇപ്പൊ പതിയെ ദേഹത്തേക്കിടും. അവൻ ആ ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പൊ കണ്ണാടിയുടെ മുൻപിൽ നിൽക്കും. ആക്ച്വലി ഈ കോട്ട് അത് വളരെ നല്ലതാണ്. ഇതിട്ട് നിൽക്കുന്ന ഞാനാണ് യൂസ്ലെസ്. സോ വലിച്ചെറിയേണ്ടത് ഈ കോട്ടിനെയല്ല മറിച്ച് എന്നെയാണ്. ഞാൻ കാരണം ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും തലയുർത്തി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി. അതെല്ലാം എന്റെ തെറ്റാണെന്ന് പറയുമ്പോഴായിരിക്കും സാസുക ആളിപ്പോ അവിടേക്ക് കടന്നു വരിക. സാസുക അവന്റെ കൈ പിടിച്ച് പറയും, നിനക്കിപ്പോ ആ നിഞ്ച ബാഡ്ജില്ല, ടാഗില്ല, ഒന്നുമില്ല. മാത്രമല്ല നിന്റെ അമ്മ ഇപ്പൊ ഹോസ്പിറ്റലാണ്. അച്ഛനാണെങ്കിൽ കാണാനുമില്ല. നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കാൻ ആഗ്രഹമില്ലേ? നിന്റെ പപ്പയെ, അദ്ദേഹത്തെ നിനക്ക് മിസ് ചെയ്യുന്നില്ലേ? അതിന് ബൊറൂട്ടോ പറയും, തീർച്ചയായിട്ടും എനിക്ക് എന്റെ പപ്പയെക്കുറിച്ചുള്ള എല്ലാ സ്റ്റോറിയും അറിയണമെന്നുണ്ട്. ഉടനെ സാസുക പറയും, സ്റ്റോറിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം എത്രയും പെട്ടെന്ന് നമുക്ക് നറൂട്ടോയെ കണ്ടെത്തണം. ബൊറൂട്ടോയ്ക്കാണ് അത് കേൾക്കേണ്ട താമസം ഭയങ്കരമായിട്ട് സന്തോഷാവും. സാസുകയും ബൊറൂട്ടോയും അങ്ങനെ അടിപൊളി തീരുമാനമൊക്കെ എടുത്ത് പുറത്തേക്ക് വരുമ്പോഴായിരിക്കും കാഗാസ് എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യാനും നറൂട്ടോയെ തിരികെ പിടിക്കാനും റെഡിയായിട്ട് നിൽക്കുന്നത് ബൊറൂട്ടോ കാണുക. ബൊറൂട്ടോ വണ്ടറടിച്ച് അവനത് വിശ്വസിക്കാൻ കഴിയാതെ അങ്ങനെ നിൽക്കുകയാണ്. ദിസ് ഈസ് അൺബിലീവബിൾ. എന്റെ പപ്പയ്ക്ക് വേണ്ടി ഈ കാഗാസ് എല്ലാവരും ഇപ്പൊ ഒന്നിച്ചിരിക്കുകയാണോ? ബൊറൂട്ടോ ഉടനെ സാസുകയോട് ചോദിക്കും, എന്റെ അച്ഛൻ ആളിപ്പോഴും ജീവനോട് കൂടെ ഉണ്ടോ? അതിന് സാസുക പറയും, ഉണ്ട്. നിന്റെ അച്ഛന്റെ ചക്ര പവർ അതിപ്പോഴും എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവൻ ഒരുപാട് അടിയൊക്കെ കിട്ടി ബോധമൊക്കെ നശിച്ച് ഏതോ ഒരു ഭാഗത്ത് കിടക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. സാസുകയാണെങ്കിൽ ആ വില്ലന്മാരെ കുറിച്ചുള്ള കാര്യങ്ങള് അത് ആ സ്ക്രോൾ വെച്ച് പറയാൻ തുടങ്ങും. ആ വില്ലന്മാര് അവർ ഒട്സുജി ക്ലാനിലുള്ള വില്ലന്മാരാണ്. കാഗുവയുടെ ചക്ര പവർ അതാണ് അവരുടെ ലക്ഷ്യം. അവരുടെ ഫസ്റ്റ് എയിം അത് 8 ടൈൽ ആയിരുന്നു. അതിനെ അബ്സോർബ് ചെയ്തതിനു ശേഷമാണ് 9 ടൈലിന് വേണ്ടി ഇവിടേക്ക് എത്തിയത്. പക്ഷെ അവർ വന്ന സമയം അത് തെറ്റായ സമയമായിരുന്നു. ജൂനിയർ എക്സാമിന്റെ ടൈമിലാണ് അവരിവിടേക്ക് എത്തിയത്. അവരുടെ ലക്ഷ്യം നമ്മളുടെ എല്ലാവരുടെയും പവർ അബ്സോർബ് ചെയ്ത് ആ ഡൈവൺ ട്രീ അത് കൊണ്ടുവരിക എന്നതാണ്. ഓൾറെഡി മീറ്റ്സുകയുടെ, ഗാറയുടെ എന്നിങ്ങനെ ഒരുപാട് പേരുടെ പവറുകൾ അവർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. അതിൽ കണ്ട ആ ജയന്റ് മാൻ, അവന്റെ പേര് കിൻസുഗി എന്നാണ്. അവൻ ചക്ര പവർ മോഷ്ടിച്ച് വെപ്പനൊക്കെ ഉണ്ടാക്കി അറ്റാക്ക് ചെയ്യും. അവന്റെ സ്പീഡും പവറും ഒക്കെ ഭയങ്കര കൂടുതലാണ്. രണ്ടാമത്തത് മോമോഷിഗി. അവന് വളരെ ഈസി ആയിട്ട് മറ്റുള്ളവരുടെ പവർ അത് അബ്സോർബ് ചെയ്തെടുക്കാൻ കഴിയും. എന്നിട്ട് അതേ പവർ വെച്ച് തന്നെ ഡബിൾ മടങ്ങായി നമ്മളെ അറ്റാക്ക് ചെയ്യാനും പറ്റും. ഞാൻ ഈ സ്ക്രോൾ എവിടുന്ന് എടുത്തോ അവിടെ തന്നെയാണ് ഇപ്പൊ നറൂട്ടോ ഉള്ളത്. എനിക്ക് അവന്റെ പവർ അവിടെ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് നമുക്ക് നറൂട്ടോയെ തിരികെ പിടിക്കണം എന്ന് പറഞ്ഞ് അവരിപ്പോ പുറത്തേക്ക് നടന്നു പോകും. സാസുകയാണെങ്കിൽ ബൊറൂട്ടോയെ തിരിഞ്ഞു നോക്കും. എന്തുപറ്റി, നീ വരുന്നില്ലേ? ടാറുകയും ഫിജികാഗയും അത് കേട്ട് ഷോക്കാവും. അവനൊരു ചെറിയ കുട്ടിയാണ്. ആ വില്ലന്മാരുടെ അടുത്തേക്ക് ഒരു കാരണവശാലും അവനെ കൊണ്ടുപോകാനായിട്ട് പാടില്ല. അതിന് സാസുക പറയും, അവൻ നറൂട്ടോയുടെ മകനാണ് ബൊറൂട്ടോ, മാത്രമല്ല എന്റെ ശിഷ്യനും. സാസുകക്കായി അതിപ്പോ ബൊറൂട്ടോയ്ക്ക് നേരെ നീട്ടും. ബൊറൂട്ടോ, ഒരു കാരണവശാലും ഞാൻ പറയുന്നതിനപ്പുറം നീ പോവാൻ പാടില്ല. നമ്മളെ കഴിഞ്ഞ് ഒരുപാട് പവർ കൂടുതലുള്ള വില്ലന്മാരുടെ അടുത്തേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. പക്ഷെ നിന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സോ ഞങ്ങളുടെ കൂടെ വായോ എന്ന് പറഞ്ഞ് സാസുക അവന്റെ പഴയ ഹെഡ് ബാൻഡ് അത് ബൊറൂട്ടോയ്ക്ക് കൊടുക്കും. സാസുക പറയും, അതെന്റെ ഹെഡ് ബാൻഡ് ആണ്. ഞാനും നറൂട്ടോയും എപ്പോ ഒരു റിയൽ ഫൈറ്റ് നടത്തുന്നോ അന്ന് എന്റെ തലയിൽ കെട്ടാനായി ഞാൻ സൂക്ഷിച്ചത്. സാസുകയാണെങ്കിൽ സാരഡയോട് യാത്ര പറഞ്ഞ് പുറപ്പെടാൻ തയ്യാറെടുക്കും. ബൊറൂട്ടോ അവൻ ഷിക്കഡയുടെ മുൻപിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. അതിന് ഷിക്കഡ പറയും, നീ എന്റെ മുൻപിൽ തല താഴ്ത്തേണ്ട ആവശ്യമില്ല. നീ ഇപ്പൊ ഏറ്റെടുത്ത ഈ ലക്ഷ്യം അത് പൂർത്തിയാക്കാൻ പറഞ്ഞ് അവർ രണ്ടുപേരും ഫീസ്റ്റ് ബോംബ് അടിക്കും. ഉടനെ ഹിനട്ടയും ഹീമാവരിയും അവർ രണ്ടുപേരും അവിടേക്ക് ഓടി വരും. നറൂട്ടോയുടെ ഡ്രസ്സിൽ ബൊറൂട്ടോയെ കാണുമ്പോ ഹിനട്ടയ്ക്ക് അവന്റെ അച്ഛനെ തന്നെയായിരിക്കും ഓർമ്മ വരിക. റെനീഗൻ കണ്ണ് ഓപ്പൺ ചെയ്ത് അവർ രണ്ടുപേരും ഇപ്പൊ നറൂട്ടോയെ തേടി പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.